ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തണേ. അപ്പോൾ അനുമോള് കുറേ കാര്യങ്ങൾ പറയുകയാണ്. എനിക്കിവിടെ വന്നപ്പോൾ 2 ഡ്രസ്സ് കൊണ്ട് ഞാൻ ജീവിക്കാൻ പഠിച്ചു, ആഹാരമില്ലെങ്കിലും കുറച്ച് ആഹാരത്തിൽ ജീവിക്കാൻ പഠിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അനുമോള് മേക്കപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ കണ്ട് പറയുന്നുണ്ട്, ബിഗ് ബോസെ കുറേ ലിപ്സ്റ്റിക് ഇവിടെ ഉണ്ടല്ലോ, ഞാൻ എടുക്കട്ടെ കുറച്ച് എന്നൊക്കെ പറഞ്ഞ് ഇന്ന് 1-2 പൊക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അനുമോളും ആര്യനും കൂടി ഭയങ്കര യുദ്ധം. അത് രാവിലെ ഉണ്ടാക്കി ഉപ്പുമാവ് രസമല്ല, അത് രാവിലെ കഴിച്ചില്ല, ഉച്ചയ്ക്കാണെങ്കിൽ ടാസ്ക് തുടങ്ങാറായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മറ്റു 2 പേരും വേറെ 2 ക്യാപ്റ്റൻ ഇടും, നെവിനും അക്ബറും കുളിക്കാൻ പോയിക്കാണ്. അപ്പോൾ വേഗം അനുമോള് വേഗം പയറും കഞ്ഞിയും ഉണ്ടാക്കുന്നു, ഞങ്ങൾ രാവിലെ ഉപ്പുമാവ് കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവർ ഉപ്പുമാവൊക്കെ പണ്ട് പൊട്ട ഉപ്പുമാവാണെങ്കിലും കളിച്ചിരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ കുറേ സാധനങ്ങളായപ്പോൾ ഇവർക്ക് പിന്നെ വേണ്ടാന്നായി, ഒന്നൊരു സാധനം വേണ്ടാന്നായി, ഒന്നും രുചിയില്ലാണ്ടായി. അപ്പോൾ പലതും ഉണ്ടാക്കി തുടങ്ങി. അപ്പോൾ ആരും പറയുന്നത് പറ്റില്ല, ഇവിടെ പയറും കഞ്ഞി ഉണ്ടാക്കാൻ പറ്റില്ല, ഞങ്ങൾ ചോറും കറി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഭയങ്കര അടിയിട്ടാണ്. പിന്നെ അപ്പോൾ നെവിൻ ഇരുന്ന് വർത്തമാനം പറയുന്നുണ്ട്, ഞാൻ അനുമോളെ വെള്ളം ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളൂ, ഇനി ഞാൻ അവളെ പാലഭിഷേകം നടത്താൻ പോകുന്നു, അവളെ ടാർഗറ്റ് ചെയ്യും, കാരണം അവൾ എന്നെ എത്ര അധികം വൃത്തികെട്ട സ്ത്രീയാണ്, എന്നെ അത്രയും ദ്രോഹിച്ചു അവൾ. ഞാനൊരു ഹെയർ ബോ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ കുറ്റം പറയും, ഞാനൊരു ഷോക്സ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ പെണ്ണുങ്ങളെ ഷോക്സാന്ന് പറയും, എപ്പോഴും പെണ്ണുങ്ങളെ അവളെ മുടി കെട്ടിക്കിടന്ന് നടക്കുന്നു എന്ന് പറയും, എപ്പോഴും ഞാൻ ആണല്ല എന്ന് പറയും, എന്നെ എപ്പോഴും കുറ്റപ്പെടുത്തും, ഞാൻ അവളെ ഞാൻ ടാർഗറ്റ് ചെയ്യും, തേനും പാലൊക്കെ ഒഴിക്കുന്നു പറയുന്നുണ്ട്, അവളെന്നെ കണ്ടാമൃഗം എന്ന് വിളിച്ചിട്ടുണ്ട്, അപ്പോൾ അവൾക്ക് ഇത് കൊടുത്താൽ പോരാ, എന്നെ പിച്ചി മാന്തി ഒക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എന്നിട്ട് നെവിൻ തന്നെ പറഞ്ഞു, ഇവളാരെ ക്ലിയോപാട്രയോ പാലിൽ കുളിപ്പിക്കാൻ, പിന്നെ എന്ന് പറഞ്ഞിട്ട് അവളെ ഞാൻ ചാണകവെള്ളം എടുത്തിട്ട് കുളിപ്പിക്കാൻ പോണതെന്ന് പറഞ്ഞു, കാണാൻ നല്ല ക്യൂട്ടാണ്, പക്ഷേ ശവനാറിയുടെ സ്മെല്ലാണ് അവൾക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. പുറത്തിറങ്ങി ഈ പേര് പോലും ഞാൻ ഉച്ചരിക്കില്ല. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ഞാനും അതെ, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പേര് പോലും ഉച്ചരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് രസം. അനുമോള് കഞ്ഞി കുടിക്കുമ്പോൾ ഒരു സ്പൂൺ എടുത്തിട്ട് അനീഷേട്ടാ ഇന്നാ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അനീഷേട്ട വേണ്ടാന്ന് പറയുന്നത്, ഒരു സ്പൂൺ കഴിക്കാൻ അനീഷേട്ടാന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ മുളകൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത്, നീ എൻ്റെ മേലാണ് ഒഴിക്കുന്നത്, അനീഷിൻ്റെ വായിലല്ല ഒഴിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിലുള്ള ചെറിയൊരു റൊമാൻസ്, അത് നല്ല രസമുണ്ട് കേട്ടോ. പിന്നെന്താ, അവർ പാത്രങ്ങൾ കഴുകുന്നുണ്ട്, ആരും പറഞ്ഞിട്ട് നമ്മുടെ ആദിലയും അതുപോലെ അനുമോളും കൂടി പാത്രം കഴുകുന്നുണ്ട്. അപ്പോൾ ആരും വന്നിട്ട് പറയുന്നത്, ഇതാണ് സ്പിരിറ്റ്, കണ്ടില്ലേ നിങ്ങൾ പാത്രം കഴുകുന്ന പെൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പറയണ്ട, അധികം പറഞ്ഞാൽ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി പൂട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ തേനും പാലും ഒഴിക്കൽ തന്നെ നമ്മുടെ നെവിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, തേനും പാലൊന്നും ഞങ്ങൾ ഒഴിക്കില്ല, ഞാൻ അവളെ ചാണകവെള്ളം ഒഴിക്കുക, കാണാനൊക്കെ നല്ല ക്യൂട്ടാണ്, പക്ഷെ അവളെ മനസ്സ് ശരിയല്ല, അവളെ ഞാൻ ഒരിക്കൽ പോലും ഓർക്കൂല ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അപ്പോൾ അനുമോൾ എന്നിട്ട് ഇവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അതിൻ്റെ അടുത്ത്, നിങ്ങൾ എന്തിനാണ് എന്നെ ഫ്രണ്ട്സ് ആക്കിയത്, എന്നെ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നുണ്ട്, ഇതന്നെ സാബുമോൻ ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചത്, നിങ്ങൾ തമ്മിൽ പലതരം പേഴ്സണാലിറ്റിയാണ്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അനുമോളുടെ ഫ്രണ്ട്സായി എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ അങ്ങോട്ട് നിന്നെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു അറ്റാച്ച് തോന്നിപ്പോയി, അങ്ങനെ ഞങ്ങൾ, പക്ഷെ നമ്മുടെ പേഴ്സണാലിറ്റികളൊക്കെ പരസ്പരം വ്യത്യസ്തമാണ് എങ്കിലും അങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പോൾ അനുമോൾ പറഞ്ഞു, എനിക്കും അതെ, അങ്ങനെ തന്നെ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ആണെങ്കിൽ കൂടി എനിക്ക് നിങ്ങളെ ഫ്രണ്ട്സായി കാണാൻ നന്നായി ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെ ടോക്കിങ് അവിടെ വെച്ച് അവസാനം